നമസ്കാരം. ഡേ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താ എല്ലാവർക്കും ഒരു ക്ഷീണം? സിനിമ സിനിമകളെ കുറിച്ച് പറ. സിനിമയെ കുറിച്ച്, സിനിമയുടെ കഥാപാത്രം, ഡയലോഗ്. എനിക്ക് സിനിമയെ കുറിച്ചല്ല, സിനിമ കാണാൻ പോകുന്ന യാത്രയെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ. നേരത്തെ യാത്രയെ കുറിച്ച് അല്ലല്ല, യാത്രയല്ല, സിനിമ. എനിക്ക് സിനിമ, ഞാൻ എല്ലാ സിനിമയും കാണുമല്ലോ. ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ യാത്രയെ കുറിച്ച് പറയുമ്പോൾ അല്ലല്ല, സിനിമയെ കുറിച്ച് തന്നെ പറയാനുള്ളത്. ഇപ്പം നമ്മള് സിനിമ കാണാൻ പോകുമ്പോ നമ്മള് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ കാണും, പോയി എല്ലാരും കൂടെ പോയിരുന്ന് കാണും. അപ്പം പോയി കാണും. അപ്പം എനിക്ക് വീട്ടില് വണ്ടിയില്ല, അപ്പോഴത്തേക്കിനും എനിക്ക് അപ്പോഴത്തേക്കിനും എന്നെ ഇവരെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. എനിക്ക് സിനിമ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ സിനിമ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, എന്നെ ഇവരെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കൊണ്ടുപോണത്. 9 മണിയുടെ സിനിമയ്ക്ക് 9:30 വരുന്ന ആൾക്കാരാണ് ഇവരെത്തുന്നത്. ഇതില് ഇച്ചിരിയെങ്കിലും ഒരു ലേറ്റ് ആവാതെ കുറച്ച് കറക്റ്റ് ടൈമിൽ വരുന്ന ആനന്ദം മാത്രമേ ഉള്ളൂ. പിന്നെ ലേശം വിശ്വസിച്ചാൽ ഇവർ രണ്ടുപേരും ലേറ്റാ. അതെ, രാവിലെ വരത്തില്ല. എന്റെ പൊന്നെ, എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ പറന്നായിരിക്കും പോകുന്നത്, കറക്റ്റ് സമയത്തിന് വരത്തില്ല. അതുകൊണ്ട് ചില സിനിമകളൊന്നും എനിക്ക് വലുതായിട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല. പിന്നെ പോയിരുന്ന് കാണും സിനിമകൾ. അതാണ് എനിക്ക് സിനിമയെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി പറ. സിനിമ, എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഞാൻ എല്ലാ സിനിമയും കാണും. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് പണ്ട് എന്നെ കൊണ്ടുപോകാനൊന്നും ആരുമില്ല. ഞാൻ ഇവരോടെ വന്നതിന് ശേഷം കുറെ സിനിമ കാണാൻ താല്പര്യം വേണ്ടേ. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അത് ഞാൻ പറഞ്ഞുതരാം. ഗില്ലി. എനിക്ക് ഏറ്റവും മലയാള പടം അല്ല, ഞാൻ മൊത്തത്തിൽ പറയാം. എനിക്കിങ്ങനെ കൊമേഴ്ഷ്യൽ പടങ്ങളിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് ഫുൾ എന്റർടൈൻമെന്റ്, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ. ഇപ്പം കൂടുതലായിട്ട് രജനീകാന്ത്, വിജയ്, ശിവകാർത്തികേയൻ, കൂടുതലായിട്ട് വിജയ് പടമാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അങ്ങനെ പറയുമ്പം വിജയുടെ ഗില്ലി പറയാം. ഗില്ലി, വേട്ടക്കാരൻ, അതൊക്കെ പറയാം. വിജയുടെ എല്ലാ പടവും ഇഷ്ടമാണ്. രജനീകാന്തിന്റെ എനിക്കിപ്പം പറഞ്ഞ പേട്ടയൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഞാൻ പറഞ്ഞു, മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ദിലീപ് പടങ്ങളാണ്. ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടമാണ്, നിവിൻ പോളി ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ മെയിനായിട്ട് കണ്ടോണ്ടിരുന്നത് ദിലീപ് ആണ് മെയിൻ. മോഹൻലാലെ മമ്മൂട്ടി ഇഷ്ടമല്ലേ? അത് ഇഷ്ടമാണ്, പക്ഷെ ടോപ്പിൽ നിൽക്കുന്നത് ദിലീപിനാണ് ഇഷ്ടം. നീ പറ, ചോദിക്കൂ. എന്താണ് തമിഴ് എന്തുകൊണ്ടെന്നൊന്നും ഇല്ല. കൊച്ചിലെ സൂര്യ ഇങ്ങനെ നമ്മളെ നാട്ടില് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ സ്കൂളിന്റെ അടുത്ത് ഭയങ്കര ഫ്ലെക്സ് ഒക്കെ വെക്കും. സൂര്യ അവിടുത്തെ ഇങ്ങനെ ഒരു പേരുണ്ട്, 5ാം സെലക്ഷൻ എന്നൊക്കെ. അപ്പൊ ഇവരുടെ അനിയൻ വിജയ് ഫാനാണ്, ഭയങ്കര വിജയ് ഫാനാണ്. അപ്പൊ ഇവര് തമ്മില് ഫ്ലെക്സ് വെച്ച് അടിയാണ്. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അങ്ങനെ ഓർമ്മ വരുന്നില്ല. മലയാളത്തിൽ ഒരുപാട് ഇഷ്ടമല്ല. ഇല്ല, ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ഒക്കെ പടം ഇഷ്ടമാണ്. നരസിംഹം ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ അമൽ നീരദ്. എന്തുകൊണ്ട് അമൽ നീരദ് ഇഷ്ടം? എല്ലാ പടവും കണ്ടിട്ടുണ്ട്. അൻവർ ഇഹോബിന്റെ പുസ്തകം, സാഗരയിലെ ജാക്കി, ബിഗ് ബി, ബോഗൻവില്ല, 5 സുന്ദരികൾ, ബാച്ചിലേഴ്സ് പാർട്ടി, ഇത്രയൊക്കെ ഉള്ളു. എല്ലാ പടങ്ങളും. ഒരു മലയാളത്തെ സിനിമയിലെ ഡയലോഗ് വരാം, അത് അവളുടെ ഏത് സിനിമയിലെന്ന് അതായത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പടത്തിലെ ഡയലോഗ് അവളെ കൊണ്ട് പറയാൻ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള അത് അറിഞ്ഞില്ലെങ്കിൽ മോശം.
ഒരു ഡയലോഗ് ചോദിക്കാം. ഇവൻ വർഗീസ് മാപ്പിളയുടെ മകൻ ക്രിസ്തി ജോസഫ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. സവാരി ഗിരിഗിരി ഏത് പടത്തില്? സവാരി ഗിരിഗിരിയ രാവണപ്രഭു. നേരത്തെ പറഞ്ഞു അറിയാല്ലേ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ പടമാണെങ്കിൽ രാവണപ്രഭു ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻ്റെ കൺസെപ്റ്റ് വെച്ചൊരു ഫുള്ളി പാക്ക്ഡ് മൂവിയാണത്. കാരണം സെന്റിമെന്റ്സ്, ഇമോഷൻ, കാര്യങ്ങൾ, ആക്ഷൻ, മാസ്, മസാല എല്ലാം ഉണ്ട് ആ പടത്തിൽ. മാത്രമല്ല ഞാൻ ഭയങ്കര ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൽ പണ്ട് ഭയങ്കര സൂര്യ ഫാനായിരുന്നു. എന്നാൽ ഇപ്പൊ സൂര്യ ഫാൻ എന്നല്ല, പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരെയും പടം കാണും. ഞാൻ അങ്ങനെ ഇന്നാളെ പടം എന്ന് പറഞ്ഞു പോയി കാണുന്ന ഒരു പ്രവണത നിന്നു. അത് കൂടുതലും ഞാൻ വിജയുടെ പടമായിരിക്കും കാണുന്നത്. റിപ്പീറ്റ് അടിച്ച വിജയ്, രജനീകാന്തിന്റെ പടം. കാരണം നീ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഈ കൊമേഴ്ഷ്യൽ പടങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞ് സെന്റി പടം കാണൂല എന്നല്ല, എന്നാലും എന്നെ കൂടുതൽ നമുക്കൊരു റിപ്പീറ്റ് വാല്യൂ വരുന്നത് എപ്പോഴും ഈ കൊമേഴ്ഷ്യൽ പടങ്ങളാണല്ലോ. ഞാൻ അതാണ് കൂടുതൽ കാണാറുള്ളൂ. ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഡയറക്ടർ ആംഗിളിൽ പടം കാണുന്ന ആളല്ല. മീൻസ് ഇന്ന ആളെ ഡയറക്ഷൻ ആയതുകൊണ്ട് പോയി കാണുന്ന ഒരാളല്ല. മലയാളത്തിൽ മേക്കിംഗ് സ്റ്റൈൽ കൊള്ളാമെന്ന് മേക്കിംഗ് സ്റ്റൈൽ നോക്കുമ്പോൾ എനിക്ക് അമൽ നീരദിൻ്റെ ഇഷ്ടമാണ്, അൻവർ റഷീദ് ഇഷ്ടമാണ്. പിന്നെ തമിഴിൽ പോവുകയാണെങ്കിൽ ജയിലറിന് നമ്മളെ നെൽസന്റെ മേക്കിംഗ്. നീ പറ, നീ പറ. സൗമ്യ ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ക്രിസ്റ്റഫർ നോളന്റെ ഭയങ്കര ഇഷ്ടം. എന്താണ് റിപ്പീറ്റ് വാല്യൂ ഭയങ്കരമാണ്. ഞാൻ എത്ര പണം കണ്ടോ എനിക്ക് അറിയില്ല. ആ ബീജിയമെങ്കിലും ഞാൻ ചുമ്മാ കേട്ടോണ്ടിരിക്കും. അത് നല്ല രസമാണ്. പിന്നെ പുള്ളിക്കാരൻ എല്ലാ പടം ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മോഹൻലാൽ ഫാനാണ്. മോഹൻലാലിൻ്റെ ഇഷ്ടമുള്ള പടം തന്മാത്ര ഇഷ്ടമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് സ്ലോ പേസ് പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം. കളർഫുള്ളിനേക്കാളും കൂടുതൽ എനിക്കൊരു ഡാർക്ക് സാധനങ്ങൾ കാണാൻ. ഇതിന്നൊരു കാര്യം മനസ്സിലാക്കാം, 5 പേർക്ക് 5 ടേസ്റ്റ് മനസ്സിലായി. സിനിമ കാണാറില്ലെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്ത് ഗെയിമിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ കപ്പിത്താൻ ഗെയിം തുടങ്ങിയാലോ? ഇതൊരു വെറൈറ്റി ഗെയിമാണ്. കുറെ ബലൂണെ കണ്ടില്ലേ? ഈ ഗെയിം എന്ന് വെച്ചാൽ 1.5 മിനിറ്റുള്ളിൽ ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആള് ജയിക്കും. എങ്ങനെ പൊട്ടിക്കണം? വെറുതെ പൊട്ടിക്കാൻ പറ്റൂല. ഒരു ബലൂൺ എടുക്കുക, ഓടുക, ഇതോ ഒരു കസേര ഉണ്ടാ, അതിന് ചുറ്റും ഒരു റൗണ്ട് അടിക്കുക, ഈ ബലൂൺ വയ്ക്കുക, ഇരിക്കുക, പൊട്ടിക്കുക. 1.5 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആരാണോ അവർ ജയിക്കും. ഓരോരുത്തർ വെച്ചേ പോകാൻ പറ്റുള്ളൂ. ഒരു ബലൂണെ എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും പരിപാടിയൊന്നുമില്ല. ചോദിച്ചോ. അതായത് സമയം എടുക്കും. ഇല്ല, ആദ്യം സെലക്ഷൻ പോവും, പിന്നെ ഇവരെണ്ണം പോവും, പിന്നെ ഗായത്രി പോവും, പിന്നെ ഞാൻ പോവും, പിന്നെ ലാസ്റ്റ് ആനന്ദ്. ഒന്നുകൂടെ പോട്ടോ. അത് മുഖത്ത് കാണിക്കാത്ത ഒരു അത് കഴിവാണത്. ഈ ചെറുപ്പം അതെ, 1 മിനിറ്റ് ആവൂലേ? സെലക്ഷന് എത്ര ബലൂൺ പൊട്ടിച്ച്? 180 കൂടെ ഒരു ആംബുലൻസ്. ഓടാൻ പറ്റുന്നില്ല, അതാണ് വിഷയം.
കാറ്റ് പോയി, കുഴപ്പമില്ല, ഓടിക്കോ. ഇനി ഇങ്ങനെ ഒരു കാഴ്ചക്ക് കാണാൻ പറ്റുമോ? ഓടാനൊന്നും പറ്റുന്നില്ല ഇടയിൽ കൂടെ. പഴയ ഓട്ടക്കാരനാ. ആ ശബ്ദം കേട്ടോ? അതെ, എന്തൊരു ബാക്കണോ നിന്റെ? കോൺഫിഡൻസ് കളയാതാ. ഇത് വഴിയൊക്കെ മാറിയണ്ട. ആശ്വാസം കിട്ടും. പൊട്ടിക്കുന്ന ബലൂണിന്ന് വെള്ളം തെറിക്കണം, സംശയം. പൊന്നോ പെണ്ണോ എന്റെ പൊണ്ണോ, ഇത് 8 അല്ല തീരത്തില്ല, ഇത് 12 നിൽക്കത്തേ ഉള്ളൂ. എബിനണ്ണൻ എത്ര ബലൂൺ പൊട്ടിച്ചു? 9 ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു. ഇതാ പറക്കും ഗായത്രി, മിന്നൽ ഗായത്രി എന്ന പേരുള്ള ഗായത്രി വർക്കല. ഓ പോയി. ആ തെറ്റി വീഴൂ. അതെ, 3. ഓ കണ്ണു 5. ഓ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ ഡിസ്ക്വാളിഫൈ. ഗായത്രി എല്ലാ കോൺഫിഡൻസും പോയി. നിങ്ങൾ ഒറ്റ ഡയലോഗ്. ഗായത്രി എക്സ്പീരിയൻസ് ഇല്ല. ഓ എന്തൊരു ഇഷ്ടപ്പെട്ടില്ല. വലിയ ബലൂൺ എടുത്താൽ ഒരുപാട് ചുമക്കണ്ടേ. തളന്ന് കൊച്ചാച്ചു തുടങ്ങി. അങ്ങനെ 9 ബലൂണുമായി ഗായത്രി. അയ്യോ 1. ഒരു ചാട്ടത്തിൽ അങ്ങ് എത്തിയോ? അതാണ് ചാറ്ററി. ഓർക്കട്ട് ചാറ്ററി വർക്കം. ഇപ്പൊ തന്നെ അദ്ദേഹം തളർന്നു. പിന്നെന്താ ഇരിക്കുമ്പോ ഒരു ആശ്വാസം അല്ലേ ഇത്? ഇല്ല. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് പൊട്ടിയില്ല, സീറ്റ് പോയി. നിറയെ പതേ വന്നോടാ. കുഴപ്പമില്ല, പടന്നു പിടിച്ചോ. അപ്പം 8 ബലൂണുമായി വിഷ്വൽ മച്ചാൻ. ഞാനെന്താ നീ നടന്ന് 10 കൊണ്ടുപോയടാ. വാശിയാണ് കേട്ടോ. അവിടെ തെന്നോടാ. സിമ്പിളായിട്ട് 4 പൊട്ടിച്ചു. എനിക്ക് വയ്യ. 10 അടിക്കും കേട്ടോ. 8.
അനന്താ 2 എണ്ണം അടിച്ച നീയാണ് വിജയ്. 9. 9. Come on, Ananda. Come on. 10. അനന്ത ചേച്ചി. ഓ നമുക്ക് ടൈറ്റ് കമ്മീഷൻ അണ്ടെങ്കിലും തളർന്ന് എന്തൊക്കെ അപ്പൊ 3 പേര് ഈ കളിയിൽ 9 ബലൂൺ പൊട്ടിച്ച്, അമ്മ 2 പേര് 8 ബലൂൺ. അപ്പൊ ആരൊക്കെന്ന് വെച്ചാ അനന്തൻ, എബിരണ്ണൻ, ഗായത്രി 3 പേര് ഇതിൽ 9 ബലൂൺ പൊട്ടിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും വേണ്ടി ഒരു റീമാച്ച്. ഇതില് ജയിക്കുന്ന ആള് 1.5 മിനിറ്റ് ഓടണ്ട, 30 മിനിറ്റ് സെക്കൻഡ്. ഇവർക്ക് 30 മിനിറ്റ്, നിങ്ങൾക്ക് 30 സെക്കൻഡ് ഓടി മാക്സിമം ബലൂൺ പൊട്ടിക്കുന്ന ആള് വിജയിക്കും. നിറകുടമായി അതാ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതാ ജയിക്കണ എന്നെ കൊണ്ട് ഇത്രയും ഇതൊന്നും ഇങ്ങനെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് ഞാൻ പറയും. അപ്പൊ ഇവരുടെ തോറ്റ് കത്തിക്കുന്നു. അപ്പൊ ഇതില് 3 എണ്ണം പൊട്ടിച്ച് എവരെണ്ണം കഴിവ് തെളിച്ചിരിക്കുന്നു. അടുത്ത ഗായത്രി വയ്ക്കോ. 10 ബലൂൺ 30 സെക്കൻഡ് പിടിക്കുന്നു പറഞ്ഞ് ഗായത്രി 8 സെക്കൻഡ് പൊട്ടിക്കണം. ഇത് എവള് തന്നെ ഇനി പണ്ടറിയാം ഗെയിം കിട്ടിയ എവളെ പിന്മാകം കൊണ്ടുള്ള എല്ലാ കളികളും അതെ അതെ. പൊടിച്ചിരിക്കുന്നു. എന്റെ അമ്മേ ഗായത്രി 4 ബലൂൺ പൊട്ടിച്ച് ഇവരെണ്ണം ഫീൽഡിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അനന്തനും ഗായത്രി തമ്മിലുള്ള വാശിയേറെ മത്സരം. അനന്ത എത്ര എണ്ണം പൊട്ടിക്കും? 5. ഓക്കെ 5 അല്ലെങ്കിൽ 3. അതെ. ആനന്ദൻ ആനന്ദൻ 3. അപ്പൊ ഈ കപ്പിത്താൻ ഗെയിമിൽ നമ്മളെ ഗായത്രിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ചലഞ്ച് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ. ഇവളായിരിക്കും ഇനി ചലഞ്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നത്. അന്ന് ക്ഷീണമല്ലേ? റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് നോക്കാം ശ്രമിക്കാം. അപ്പൊ ഗായത്രി ജയിച്ച കപ്പിത്താൻ ഗെയിമിന്ന് അവള് കപ്പിത്താനായല്ലോ. അതിന്റെ ചലഞ്ച് ഗെയിമാണ്. എന്തിനാ അവള് പറയട്ടെ. ഈ ഒരു സ്ക്വയർ കണ്ടോ? ഇതിലൊരു മഞ്ഞ ഗ്ലാസ് കണ്ടോ? ഇത് ഞാൻ എവിടെ വെക്കുന്നോ അവിടോട്ട് നിങ്ങൾ ആ ഓറഞ്ച് ഗ്ലാസ്സില്ലേ അത് മൂവ് ചെയ്ത് കൊണ്ടുവരണം. അതായത് ഓരോ കോളം ഇങ്ങനെ ചാടിക്കാം. ചാടിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചെന്ന് വെച്ചോ. അപ്പൊ നിങ്ങള് ഈ ഗ്ലാസ് ചാടിച്ച് ഈ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. രണ്ടുപേരും അതായത് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരണം. ആരാണോ ആദ്യം കൊണ്ടുവരുന്നത് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇങ്ങനെ ക്രോസ് ആയിട്ട് ചാടാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഇതിങ്ങനെ മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? നേരെ കുറുക്കേ പോകാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്ലാസ് ഇങ്ങനെ മാറ്റി ഇവിടെ കൊണ്ടുവരണം. എങ്ങനെ ആയാലും കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. ഒരാൾക്ക് നിങ്ങൾ 2 പേരില്ലേ, 3 ചാൻസ് ആണ് നിങ്ങൾ 2 പേർക്കുള്ളത്. മനസ്സിലായ? ഐ മീൻ ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വെച്ചു, ഒരാൾ ഇവിടെ കൊണ്ടുവന്നു, ജയിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടി വെക്കും, അത് നിങ്ങൾ ജയിച്ചു. പിന്നെ വെച്ച് പിന്നെ ജയിച്ചു. അങ്ങനെ നിങ്ങൾക്ക് 2 പേരും കൂടെ 3. 3-ൽ 2 എണ്ണം ജയിക്കുന്ന ആള് ജയിക്കും. അതേപോലെ അതും ഔട്ട് ഓഫ് ദ സിലബസ്. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം നിങ്ങൾ തന്നെ തുടങ്ങിക്കോ, അവരെടുത്തത്. അപ്പൊ ഞാൻ വെക്കട്ടെ.
ഗുഡ് ബൈ. അടുത്തതേക്കട്ടെ. ഇങ്ങനെ അവിടെ നിന്ന് മൂവ് ചെയ്ത് നോക്കോ, പുള്ളിക്കാരൻ ഇപ്പോഴല്ലേ വെച്ചു. ഓക്കെ, അടുത്തത് ഓക്കെ. അപ്പൊ നേരത്തെ ആരായിരുന്നു ജയിച്ചത്? അപ്പൊ അടുത്തേക്കട്ടെ. അപ്പോ ആദ്യതണ്ണൻ ജയിച്ചിരിക്കുകയാണ് ഈ റൗണ്ടില്. അടുത്ത രണ്ടുപേരും വരൂ. നിങ്ങൾ റെഡി അല്ലേ? ഈസിയുള്ളത് തരാം. അപ്പൊ അടുത്തത് അയ്യോ അയ്യോ അതാ രണ്ട് കൈ ഉപയോഗിക്കടാ. അടുത്ത കളി എബിനണ്ണനും അദ്വൈതണ്ണനും തമ്മിലാണ്. വളരെ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഗെയിം ആയതുകൊണ്ട് നീ കളിക്കുന്നില്ല. അതല്ല, ഇത് 5 റൗണ്ട് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ കളിക്കുന്ന ഗെയിം. അതെ, അങ്ങനെ അതെ. വെക്കട്ടെ? ഓക്കെ ഓക്കെ. വിരലുകളിൽ അദ്ദേഹം ഒരു മാജിഷ്യൻ. ഓക്കെ, അടുത്തേക്കട്ടെ. നിങ്ങൾ തമ്മി തമ്മി നോക്കാതെ കളിക്കണ്ടാ. എബിനെ കളിച്ചോണ്ടിരുന്നിട്ട് അത് എത്രയായി നോക്കുന്നത്? ഈ സാധനം നോക്കിയിട്ട് അല്ല നീയല്ലേ എബിൻ, എവൻ അത് നിന്നെ നോക്കുന്നു. അടുത്തത് മൂന്നാമത്തെ റൗണ്ട്. നിങ്ങൾ അങ്ങേരെ നോക്കാൻ നിങ്ങൾ കളി. ഇതെന്താ അപ്പൊ ഈ ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ എബിനണ്ണനാണ്. ആർക്കും ആ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റിയിട്ടില്ല. അതെ അതെ അതെ. വീട്ടിൽ പോയിട്ട് പിയാനോ. അപ്പൊ ഈ ഗെയിമോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടിപൊളി ഗെയിംസുമായിട്ട് നമ്മൾ ഇനിയും വരും. ബൈ.